ഒരു വിഷയം എന്ന് പറഞ്ഞത് ഒരു നിലപാടിൻ്റെ ഭാഗമാണിത്. പിശാസിൻ്റെ ഒരു ആധ്യാത്മികതയാണത്. കേട്ടത് സ്പിരിച്വാലിറ്റി ഓഫ് എ സൈറ്റൻ ലിഗ്യുവൻ. അയാളങ്ങനെ പറയുന്നതിൽ അയാളുടെ ഒരു ഷൂസിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ വലിയ തെറ്റില്ല. ഒരു ഡീസൻറ്റ് മനുഷ്യനാണ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ. എന്താ കാര്യം, അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. അത് കണ്ട അവിടെ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിലൊന്നും പുള്ളി പാരവെക്കുന്നൊന്നുമില്ല. അത് പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇടയ്ക്കൊക്കെ പിശാച് പറയും, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നൊക്കെ പറയുന്നില്ലേ. ഈ നോസ് ആളിന് ആ കാര്യങ്ങൾ അറിയാം. പക്ഷെ അവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തെ ദൈവത്തെ കൂട്ടാൻ പിശാചിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വൈ ഷുഡ് യു ഡിസ്റ്റർബ് മീ, എന്നെ വഴിക്ക് വിട്ടേക്കാൻ പാടില്ല. അയാൾ വളരെ മാന്യനായൊരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ എൻ്റെ വഴിക്ക് വിട്ടേക്കാൻ പാടില്ല എന്നാണ്. ഇത് പൊതുവേ മനുഷ്യരുടെ ആധ്യാത്മികതയുടെ ഒരു അലകംപിടിയും ആകുന്നുണ്ട്. വെച്ചാൽ നമ്മളുടെ കുത്തിത്തിരിപ്പുകളും കുന്നായ്മകളും അതുപോലെ തന്നെ കള്ള കച്ചവടങ്ങളും അതുപോലെ തന്നെ ഉള്ള പലതരത്തിലുള്ള രഹസ്യ ജീവിതങ്ങളെല്ലാം കൂടി അത് ആ വഴി അങ്ങനെ പോകും. അവിടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനൊരു കുറച്ച് കംഫർട്ടാകുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് നീ മഹോന്നതനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, സ്തുതി വേണം, ബഹുമാനം വേണം, ആരാധന വേണം, എന്നാ സംഭവം തരണം, എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ കംഫർട്ട് സോണിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പിശാചിൻ്റെ ഒരു നിർദ്ദേശമാണ്. എൻ്റെ കംഫർട്ട് സോണിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനൊരു സുരക്ഷിത മേഖലയിൽ അവിടെ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറയണം. ഇത് പിശാചിനും അല്ലെങ്കിൽ മനുഷ്യന്മാർക്കും ചില സമയത്ത് ഇതൊരു നിലപാട് ദൈവത്തോടുണ്ടാവും. ദൈവത്തോട് നിലപാടുണ്ടാവും. അപ്പോൾ ഈ ഉടമ്പടിയുടെ വഴിക്കേ പോകും. പക്ഷേ നമ്മൾ ചിലപ്പോൾ അനിയൻ്റെ സ്വത്ത ചേട്ടൻ്റെ സ്വത്ത നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ അത് എടുക്കത്തുമില്ല, നമ്മൾ വിൽക്കാൻ അനുവദിക്കത്തുമില്ല. അതാണ് വിഷയം. അവനെ അത് വിറ്റിട്ട് ചിലപ്പോൾ വീട് മേടിക്കുകയോ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുകയോ എന്തെങ്കിലും വേണ്ടി വരും. നമ്മുടെ അപ്പൻ ഉടമ്പടി ചെയ്തപ്പോൾ നമ്മുടെ വെയിലകത്താണ് അതിൻ്റെ വസ്തു കിടക്കുന്നത്. അത് നമ്മൾ മാന്യമായ വിലക്ക് എടുക്കത്തുമില്ല, അത് കൊടുക്കാൻ അനുവദിക്കത്തുമില്ല. ഉടമ്പടി വഴിക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കംഫർട്ട് സോണെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? അതാണ് കംഫർട്ട് സോണെന്ന് പറയണത്. ദൈവം ഇടപെടേണ്ട മേഖലയിൽ ദൈവത്തിന് ഇടപെടുത്തത്തില്ല. പിന്നെ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് അത് ഉടമ്പടിയുടെ വഴിക്ക് പോകും. ഇതുകൊണ്ടാണ് ഇതിൻ്റെ വരുന്ന വിഷയം പറയുന്നത്. ഇത് ഒന്നാമത്തെ ഉടമ്പടി നമുക്കിങ്ങനെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള കാരണം നിങ്ങളൊരു കോമ്പറ്റൻ്റ് പാർട്ട്ണർ ആകത്തില്ല ഒരിക്കലും. നിങ്ങൾക്കിങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കുറച്ച് ചിന്താഗതികൾ മനസ്സിലുള്ളത് കാരണം ആ വഴിക്ക് നിങ്ങൾ ജീവിക്കുന്ന കാരണം നിങ്ങൾക്ക്